ഈ ഒരു മെഡിറ്റേഷൻ ഒരു ക്ഷണമാണ്. ഒന്ന് പോസ് ചെയ്ത് ഈ ഒരു നിമിഷത്തിലേക്ക് വരുവാനും ഈ ഒരു നിമിഷത്തിൽ ലഭ്യമായ സമാധാനത്തെ കണ്ടെത്താനും. കുറച്ചു മിനിറ്റുകളിലേക്ക് നമ്മൾ പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നേട്ടങ്ങൾക്കോ പുതിയ ജീവിതത്തിനോ എന്തുമാകാം, അവയിൽ നിന്നുമെല്ലാം പുറത്തു വന്ന് അല്പനേരം സ്വസ്ഥമാകാൻ പോവുകയാണ്. കുറച്ചു നിമിഷങ്ങളിലേക്ക് നാം എവിടെയും പോകേണ്ടതില്ല, ഒന്നും പരിഹരിക്കേണ്ടതില്ല, ഒന്നും നേടേണ്ടതുമില്ല. നിങ്ങളെ തന്നെ ഇവിടെയായിരിക്കാൻ അനുവദിക്കുക മാത്രം ചെയ്യാം. സ്വസ്ഥമായ ഒരിടം കണ്ടെത്താം. കൈകളെയും കാലുകളെയും സ്വസ്ഥമാകാൻ അനുവദിക്കാം. പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. സാവധാനത്തിലൊരു ശ്വാസം അകത്തേക്കെടുക്കുക. നീളത്തിൽ റിലാക്സ്ഡായി ഒരു ശ്വാസം പുറത്തേക്ക് കളയാം. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. പതുക്കെ പുറത്തേക്ക് കളയുന്നു. ശ്വസനത്തെ അതിൻ്റേതായ ഒരു താളം കണ്ടെത്താൻ അനുവദിക്കുക. നിങ്ങളൊന്നും നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഒന്നും നിർബന്ധിതമായി ചെയ്യേണ്ടതില്ല. ശ്വസിക്കുക മാത്രം ചെയ്യുക. ആയിരിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കാം. താഴെ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കാം. ശ്വസനത്തിൻ്റെ ആ ഒരു അനുഭവത്തെ ശ്രദ്ധിക്കാം. ഈ ശ്വാസം, ഈ നിമിഷം, ഇപ്പോൾ, ഇവിടെ. നിങ്ങളെ തന്നെ ഇവിടെ അണയുവാൻ അനുവദിക്കുക. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഭാവിയിലല്ല. ഇവിടെ, ഈ ഒരു നിമിഷത്തിൽ. ഇനി മനസ്സിലേക്ക് സൗമ്യമായി നിങ്ങൾ കാത്തിരുന്ന കാര്യത്തെ കൊണ്ടുവരാം. അതൊരു ലക്ഷ്യമാകാം, മാറ്റമാകാം, പരിഹാരമാകാം. എല്ലാം മെച്ചപ്പെടുമെന്ന് നിങ്ങൾ കരുതിയ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം. അതിനെ വെറുതെ നിരീക്ഷിക്കാം. മുൻവിധികളില്ല, വിലയിരുത്തുന്നില്ല. വെറുതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ മനസ്സ് എത്ര തവണ ഇങ്ങനെ പറയുന്നുവെന്ന് ശ്രദ്ധിക്കാം. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ വിശ്രമിക്കാം.
ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകും. ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ടാകും. സാവധാനത്തിലൊരു ശ്വാസമെടുക്കാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഭാവിയിലെ ഈ പ്രതീക്ഷകളെ ഒരു നിമിഷത്തേക്ക് താഴെ വയ്ക്കുന്നതായി സങ്കൽപ്പിക്കാം. ഇപ്പോഴത്തേക്ക് മാത്രം നിങ്ങളിത് ചുമക്കേണ്ടതില്ല. നിങ്ങളിത് പരിഹരിക്കേണ്ടതില്ല. അവിടേക്ക് എത്തേണ്ടതില്ല. ഇനി സാവധാനം ശ്രദ്ധയെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരാം. തിരികെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ശ്വസിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ കുറച്ചു സെക്കൻഡുകളിലേക്ക് ഒന്നും മിസ്സിംഗ് ആയിട്ടില്ല. ഈ ഒരു സാധ്യതയിൽ നിങ്ങളെ തന്നെ വിശ്രമിക്കുവാൻ അനുവദിക്കാം. ഒന്നും തെളിയിക്കാനില്ല. ഒന്നും ആകാനില്ല. ഒന്നും സമ്പാദിക്കാനില്ല. ഈ ഒരു ശ്വാസം മാത്രം, ഈ ഒരു നിമിഷം, ഈ ഒരു അനുഭവം. ഇനി മനസ്സിനെ നിങ്ങൾ നന്ദിയോടെ ഓർക്കുന്ന ഒരു ചെറിയ കാര്യത്തിലേക്ക് കൊണ്ടുവരാം. അത് വലുതാകണമെന്നില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ഒരു സ്ഥലമാകാം, നിങ്ങളുടെ കുടുംബമാകാം, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ ഒരു കൊച്ചു നിമിഷമാകാം. നിങ്ങളെ തന്നെ ആ ഒരു കാര്യത്തിനു വേണ്ടി നന്ദിയുള്ളവരാകാൻ അനുവദിക്കുക. ജീവിതം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് അതിൽ മനോഹരമായ എന്തോ നിലകൊള്ളുന്നതുകൊണ്ട്. സാവധാനത്തിലൊരു ശ്വാസം അകത്തേക്ക് എടുക്കാം. സൗമ്യമായി പുറത്തേക്ക് കളയാം. നന്ദിയുടെ അനുഭവം നിങ്ങളെ തിരികെ ഈ ഒരു നിമിഷത്തിലേക്ക് സ്വാഭാവികമായി കൊണ്ടുവന്നത് നിരീക്ഷിക്കാം. അടുത്ത കുറച്ചു നിമിഷങ്ങൾ നിശബ്ദതയിൽ ഈ വാക്കുകൾ നിങ്ങളോട് തന്നെ ആവർത്തിക്കാം. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഇവിടെയുണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഞാൻ മറ്റാരും ആകേണ്ടതില്ല. ഈ ഒരു നിമിഷത്തിൽ ഞാൻ എന്നെ തന്നെ
വിശ്രമിക്കുവാൻ അനുവദിക്കുന്നു. ഈയൊരു നിമിഷത്തിൽ ഞാൻ മതിയായവനാണ്, മതിയായവളാണ്. ഈ വാക്കുകളെ ഉള്ളിൽ സെറ്റിലാകാൻ അനുവദിക്കാം. ഈയൊരു കാര്യം ഓർത്തിരിക്കാം. സ്വപ്നങ്ങൾ കാണുന്നതിൽ തെറ്റില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടുവാൻ അവയ്ക്കായി കാത്തിരിക്കേണ്ടതില്ല. ജീവിതം മറ്റെപ്പോഴോ തുടങ്ങുന്നതല്ല. നിങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് സംഭവിക്കുന്നത്. Your life is happening now. ഓരോ തവണയും നിങ്ങൾ ഈ ഒരു നിമിഷത്തിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെയാണ് തിരികെ വരുന്നത്. ശ്വസനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുവാൻ തുടങ്ങാം. ചുറ്റുമുള്ള മുറിയെ ശ്രദ്ധിക്കാം. ചുറ്റുമുള്ള സ്വരങ്ങളെ ശ്രദ്ധിക്കാം. കൈകളും കാലുകളും സാവധാനം ചലിപ്പിക്കാം. റെഡിയെന്ന് തോന്നുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കാം. അല്പം കൂടി സമാധാനവുമായി ഈ ഒരു ദിവസത്തിൽ മുന്നോട്ട് നീങ്ങാം. നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കുവാൻ ഇന്ന് സമയം കണ്ടെത്തിയതിന് നന്ദി. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് അല്പം കൂടി സമാധാനം നൽകിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസും മെഡിറ്റേഷനുകളും നല്ലൊരു തുടക്കമാണ്. നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ അവബോധമുള്ളവരാകുവാനും സമാധാനത്തിന്റെ നിമിഷങ്ങൾ കണ്ടെത്തുവാനും അവ നമ്മെ സഹായിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് വിചിന്തനം ചെയ്ത് സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനും ചില പ്രാക്ടിക്കലായ ടൂളുകൾ പ്രാക്ടീസ് ചെയ്യുവാനും മറ്റും ഒരു സ്ട്രക്ചേർഡായ രീതി തിരഞ്ഞെടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇമോഷണൽ റീസെറ്റ് വർക്ക്ഷോപ്പ് ഓരോ മാസത്തിന്റെ അവസാനത്തിലും സജ്ജമാക്കിയിരിക്കുന്നത്. ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വർക്ക്ഷോപ്പിന്റെ വിശദ വിവരങ്ങൾ വരും ആഴ്ചകളിൽ നൽകുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. നന്ദി.